everyone, welcome to Comedy Masters. Hello guys. Hi. നമ്മൾ എത്ര ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യുന്നു ഓരോ സ്ഥലത്തേക്ക് പോണം എന്നുള്ളത് ഫൈനൽ ഒരു ഞങ്ങളെല്ലാം റെഡി ആയിക്കുന്നത്. ഓ സ്ഥലങ്ങൾ പറയുന്നില്ലോ. നെടുമങ്ങാട് പോവാം. കുറച്ച് വൈബ് ആക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വേണം. മൂന്നാർ തണുപ്പുള്ള സ്ഥലം. തണുപ്പുള്ള എന്നാ നമുക്ക് മൂന്നാറിലേക്ക് പോവാം. ഇത്തവണ മൂന്നാറിലേക്ക് പോകുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ വഴി കൂടെ പോകുമ്പോ തേയിലത്തോട്ടമൊക്കെ അല്ലേ കാണുന്നത്. നമുക്ക് തേയിലത്തോട്ടത്തിലെ ഒരു വൈബ്. മൂന്നാറിലെ തേയിലത്തോട്ടത്തിലേക്ക് ഇതാ പോകുന്നു. നല്ല തേയില വിളഞ്ഞേക്കാണ്. അവിടെ ആരൊക്കെയോ നിപ്പുണ്ടെന്നോ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ? ഓക്കെ. എനിക്കൊന്ന് അവിടെ എന്തൊക്കെയോ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ നടക്കാൻ പോവാന്ന്. നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. തേയിലത്തോട്ടത്തിൽ കോമഡിയോ? കടുപ്പത്തിലൊരു കോമഡി. സുന്ദരി തുമ്പി ചെമ്പകക്കൊമ്പ് ചൂളം മൂളാൻ വാ. സുന്ദരി തുമ്പി ചെമ്പകക്കൊമ്പ് ചൂളം മൂളാൻ വാ. മഞ്ഞുമാർഗഴി മാസമായി നെല്ലിമലരിലെ തേൻ കണം കട്ടുപോവണ കള്ളക്കാറ്റിന് നാണം നാനാളി. സുന്ദരി തുമ്പി അങ്ങനെ നമ്മൾ സ്ഥലത്തി. സത്യം പറടി, നിന്നെ കണ്ണുകട്ടി എവിടെ കൊണ്ട് കളയല്ലേ? അയ്യോ പൂക്കി അങ്ങനൊന്നും പറയല്ലേ. നമ്മൾ സേവ് ദ ഡേറ്റിന് ഞാൻ കണ്ടുപിടിച്ച സർപ്രൈസ് സ്ഥലാണിത്. ഇത് പൂക്കി ഇതുവരെ കാണാത്ത സ്ഥലം. നോക്ക്, ഇതാണ് ഈ ലോകത്തിലെ സന്തുകൾ. ചന്തവിള കഴക്കൂട്ടം. ഇതാണ് ഈ ഭൂമിയിലെ സ്വർഗം. ഇതാ ഈ ദൂണ്ട കാണുന്ന വീട് കണ്ട് അതാണ് ഈ ഭൂമിയിലെ നരകം. അതാണ് എന്റെ വീട്. എടി, എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു തേയിലത്തോട്ടം കൊണ്ട് കാണിച്ചു തന്നിട്ട് പറയുന്നത് ഈ ഭൂമിയിലെ സ്വർഗമാണ് പോലും. അപ്പോൾ പൂക്കി ഇതിനു മുമ്പ് ഈ സ്വർഗത്തിൽ വന്നിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്ന് കക്കൂസ് കയറുന്നതിന് മുമ്പ് ഇതായിരുന്നു എന്റെ സ്വർഗം. അതല്ല, ഈ കടക്കാരൊക്കെ പേടിച്ച് ഞാൻ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്നു. What a beautiful place is this. It's so amazing. It's so wonderful. It's so pretty. Am I right? Yeah. എന്തിനാണ് ഇംഗ്ലീഷ് പറയുന്നത്? ഏത് പൈപ്പ്? അമ്പാനി പൈപ്പ്. ഏത് മുട്ടേ? പുള്ളി മുട്ടേ. എടി അങ്ങോട്ട് വന്നേ. ദോണ്ട കണ്ട ആ താഴ്വാരത്തിലോട്ട് നമ്മൾ എന്ത് വിളിച്ചു പറഞ്ഞാലും നമുക്ക് തിരിച്ച് എക്കോ കിട്ടും. ആണോ? എന്നാ നമുക്ക് നോക്കിയാലോ? ട്രൈ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഹലോ. ഒരെണ്ണം കൂടെ, ഒരു വെറൈറ്റി കാണിച്ചു തരാം. നിന്റെ അച്ഛൻ ഇതെക്കോ ആണോ? ഇതെക്കോ അല്ലേ? ഇതിന്റെ അച്ഛൻ സ്പോട്ട് അടിച്ചത്. അച്ഛനോ? എടി, എന്റെ അടുത്ത് റേഷൻ കടയിൽ പോയി മണ്ണെണ്ണ അരിയും വാങ്ങിക്കാൻ പറഞ്ഞു. ഞാൻ കേട്ടില്ല. അപ്പൊ അച്ഛൻ വാങ്ങിക്കാൻ പോണേയിരിക്കും. അച്ഛാ, അടുത്ത മാസത്തെ റേഷൻ കടയിൽ നിന്ന് ഞാൻ അരിയും മണ്ണെണ്ണയും വാങ്ങിക്കാം. തിരിച്ചെക്കോ ഒന്നും കേൾക്കുന്നില്ലല്ലോ. അച്ഛൻ നിന്നെ പോലെ അല്ല, തെറി വിളിക്കുമ്പോ പതുക്കെ. നമുക്ക് ബ്ലോഗ് എടുത്താലോ? ഒരു മിനിറ്റ്. പിടിക്ക്. ഓക്കെ, പറഞ്ഞു. നോക്ക് മക്കളെ, നോക്ക് അങ്ങോട്ട്. സ്റ്റേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്നറിയാമോ? സ്റ്റേറ്റിലാണ്. മനസ്സിലായില്ല? തേയിലത്തോട്ടം. ഇവിടെ തലക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലുക്ക് അറ്റ് ദിസ് ഗൈസ്. ഇത് നല്ല പഴുത്ത ഇലയാണ്. ഗ്രീൻ ടൈറ്റും ആനക്കീറ്റ തേയിലറ്റി. കട്ടൻ ചായ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓ മൈ ഗോഡ്. അപ്പൊ ഗ്രീൻ ടീ ഇഷ്ടമുള്ളവർ ജി എന്നും കട്ടൻ ചായ ഇഷ്ടമുള്ളവർ കെ എന്നും ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നോക്ക് മക്കളെ, നോക്ക്. ഓക്കേ, നോക്കുന്നുണ്ടാ കട്ടാക്ക്? അല്ല, ഞാനും നിന്നെ നോക്കുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കണം? ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ എന്റെ ലിപ്സ്റ്റിക് പോവും. അങ്ങനെയാണെങ്കിൽ ആഹാരം കഴിക്കും. ലിപ്സ്റ്റിക് വെച്ചോണ്ട് ആഹാരം കഴിക്കുന്നതെന്നോ? ഭയങ്കര സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ ചോറങ്ങോട്ട് എടുക്കുക. എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മോരൊഴിക്കുക, കുറച്ച് മീനൊഴിക്കുക. എന്നങ്ങോട്ട് കുഴച്ച് കഴിക്കുക. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത വൈറലാവോടി?
വൈറലാവുമെന്നോ? ഇതിനേക്കാളും വലിയൊരു സംഭവം എന്റെ കയ്യിലുണ്ട്. വൈറലാവാ കാണിക്കണോ? കാണിച്ചാ പൊന്നു സുഖം. എന്തിനാ പിഴക്കം പിന്നെ കൂട്ട്? എന്തിനാ അല്ല പൊന്നെ കൽപ്പ് വേണ്ടടാ. നിന്നെ കെട്ടി വീട്ടിലാക്കി നാളെ വിട്ടത് ഞാൻ നിന്നെ കെട്ടാൻ പോണ പയ്യനാണ്. തലയിരിക്കുമ്പോ വാല് കിടന്ന് ആടണ്ട. നിന്നോടൊക്കെ ചാരാടാ നീയൊക്കെ? ഞാനോ? ചേച്ചി എന്നെ മനസ്സിലായില്ലേ? എന്തോന്നാടാ ഇത്? സർക്കസിൽ കൊണ്ടുവന്നു? അല്ല എന്റെ വാലി തൂങ്ങി വന്നതാ. ചേച്ചിക്ക് എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഈ മനോഹരമായ തേയിലത്തോട്ടത്തിന്റെ അങ്ങ് അറ്റത്ത് കാണുന്ന ഒരു ചെറിയ വീട് കണ്ടോ? കണ്ടു. ആ മനോഹരമായ വീട്ടിൽ താമസിക്കുന്ന മനോഹരനെ അറിയാമോ? അറിയാം. ആ മനോഹരന്റെ ഒരേ ഒരു മോനാണ് ഞാൻ, മനോഹരനായ രാഗേഷ്. രാഗേഷ് അല്ല, നീയാണ് ലാഗേഷ്. കൂത്താടി മനോഹരന്റെ മോൻ. അത് മതി, വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ചാച്ചി നാട്ടിക്കല്ലേ എന്റെ കല്യാണമാണ്. നീ എന്തിനാണ് ഈ പടിഞ്ഞ് വിളിച്ച് തേയിലത്തോട്ടത്തോട്ട് വന്നേ? ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാ. അതെ. പറഞ്ഞാരാ? ആര് വരാൻ? വിളിച്ചവരെല്ലാരും വരും. എടി ഞാൻ കൊട്ട ഇങ്ങെടുത്താണ്. എന്തിനടി? ഇവനിപ്പോ പറഞ്ഞ ഫ്രഷ് കോമഡി ഉണ്ടല്ലോ, അങ്ങ് ആന്ധ്രാപ്രദേശിലോട്ട് ലോറി കയറ്റി വിടാൻ. ഇല്ലെങ്കിൽ ആ കോമഡി പിന്നെ കറങ്ങി ഈ ഫ്ലോറിലോട്ട് തന്നെ വരും. അതല്ല, നമ്മളെ സേവ് ദ ഡേറ്റ് എടുക്കാൻ വന്നതാ. അടുത്ത ആഴ്ച ഞങ്ങളുടെ കല്യാണമാണ്. വെൽക്കം. ഈ കൊച്ചിനെന്താണ് ഛർദ്ദിക്കാൻ വരുന്നു? എവളെ കെട്ടിയിട്ട് വേണം എനിക്കൊന്ന് രക്ഷപ്പെടാൻ. എടാ നിനക്ക് രക്ഷപ്പെടണമെന്ന് അത്ര ആഗ്രഹമാണോടാ? ഓ ചേച്ചി, നിനക്ക് ഒരാഴ്ച സമയമുണ്ട്, പോയി രക്ഷപ്പെടറാ. എക്സ്ക്യൂസ് മീ, നിങ്ങളൊന്ന് പോയി ഞങ്ങൾക്ക് സേവ് ദ ഡേറ്റ് എടുക്കണം. കൊച്ചേ, ഇവിടുന്ന് സേവ് ദ ഡേറ്റ് എടുക്കാൻ പറ്റത്തില്ല. ഈ തേയിലത്തോട്ടത്തിൽ ഒരു ഈച്ച കയറിയാൽ പോലും നമ്മുടെ മുതലാളി അറിയും. അതെന്താ നിങ്ങളുടെ മുതലാളിക്ക് തേയിലത്തോട്ടത്തിൽ ഈച്ചലടിക്കല പരിപാടി? നിങ്ങളൊന്ന് പോവാൻ നോക്കിക്കേ, നമുക്ക് തേയില നുള്ളണം. എടി പാവോടി, അവർ ഇത്രയും ദൂരം വന്നല്ലേടി. എടാ മക്കളെ, നിങ്ങൾക്ക് ഓരോ ഗ്ലാസ് ചായ എടുക്കട്ടെടാ. വേണ്ട. ഇവിടുത്തെ തേയില കൊണ്ടല്ലേ തേയില ഉണ്ടാ ചായ ഉണ്ടാക്കണത്. എനിക്കൊന്നും വേണ്ട നിങ്ങളെ ചായ. ഇവിടുത്തെ ചായ കുടിച്ചാൽ എനിക്ക് അപ്പൊ തന്നെ ഉറക്കം വരും. പിന്നെ ഇവിടുത്തെ ചായ ഒരു കാശിന് കൊള്ളൂല. കൊള്ളത്തില്ല. അതെ, നിങ്ങൾ ആ താഴ്ന്ന ചായ കുടിക്കണോണ്ടാണ്. ഇനി മുതൽ നിങ്ങൾ മലമുകളിൽ കയറുന്ന ചായ കുടിക്കണം. കേട്ടിട്ടില്ലേ, ഉയരം കൂടുന്തോറും ചായയുടെ രുചിയും കൂടുമെന്ന്. പിന്നെ 2 രൂപ ചായ കുടിക്കാൻ വേണ്ടി 2000 വണ്ടിക്കൊല്ലും കൊടുത്ത് ഞാൻ മലയാളമൊളി പോയി ചായ കുടിക്കാം. അല്ല പിന്നെ മതി. നിങ്ങൾ പോയ പിള്ളേരെ പോയെ, നമുക്ക് തേയില നുള്ളാൻ പാടില്ല. നിങ്ങൾ വിളിക്കോ, നമ്മുടെ ചൊല്ലിക്കോളാം. നമുക്കിത് സേവ് ദ ഡേറ്റ് എടുത്താലോ? പാടം പൂത്ത കാലം തേയില നുള്ളാൻ വന്നു നമ്മൾ. തേയില പാടം പൂത്ത കാലം തേയില നുള്ളാൻ വന്നു നമ്മൾ. എസ്റ്റേറ്റിൽ നടുവിലായി നമ്മൾ സേവ് ദ ഡേറ്റ് എടുക്കാനായി നിന്നു. എസ്റ്റേറ്റിൽ നടുവിലായി നമ്മൾ സേവ് ദ ഡേറ്റ് എടുക്കാനായി നിന്നു. തേയില പാടം പൂത്ത കാലം തേയില നുള്ളാൻ വന്നു നമ്മൾ. അല്ല, എവിടെ കയറി വരണ്? നമ്മളാണ് കോറസ് ഉണ്ടെങ്കിൽ ഈ പാട്ടിന് ഒരു രസം ഉണ്ടാകത്തുള്ളൂ. അത് നമ്മളെ ഫേവറേറ്റ് ആണ്, അല്ല നിങ്ങളെ ഫേവറേറ്റ് അല്ല. പൊന്ന് കണ്ണാപ്പിയാളെ, നിങ്ങൾ ഇങ്ങനെ ഫേവറേറ്റ് എടുത്തിട്ട് വലിയ കാര്യമുണ്ടോ? നിങ്ങൾ കുറച്ച് പ്രോപ്പർട്ടിയും നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തെടുത്ത് നിങ്ങളുടെ സേവനത്തിൽ വൈറലാവും. ആണോ? നിങ്ങൾ ഈ തേയിലയൊക്കെ നുള്ളി ഒന്ന് എടുത്തു നോക്കി, അത് എങ്ങനെ അടിപൊളിയാവും. നിനക്ക് നുള്ള അറിയാമോ? എനിക്കറിയാം. അതല്ല, തേയില നുള്ള അറിയാമോ? അറിയത്തില്ല. ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് വാ. ആദ്യം കാണിച്ചു തരാവേ. നമ്മള് വെള്ളം കോര അറിയോ കിണറ്റില്? കോരിയാണ് നോക്കട്ടെ. ഓ മൈ ഐഫോൺ. സ്റ്റോപ്പ്. റിവേഴ്സ്. അത്രേ ഉള്ള തേയില നുള്ള നമ്മൾ കാണിച്ചു തരാം. ഇതൊക്കെ ഇടൂ, നോക്കട്ടെ. ഇടണോ? മൈ ലിപ്സ്റ്റിക്. ഇനി എങ്ങോട്ട് പോണം? തേയില തോട്ടത്തിനകത്തോട്ട് കേറ്. അപ്പൊ ഇനി ഇവിടെ നിന്നിട്ട് തേയില നുള്ളുന്നു, കൊട്ടയിലേക്ക് ഇടുന്നു. തേയില നുള്ളുന്നു, കൊട്ടയിലേക്ക് ഇടുന്നു. തേയില നുള്ളുന്നു, കൊട്ടയിലേക്ക് ഇടുന്നു. അത് കൊള്ളാല്ലേ? നിങ്ങൾ ഈ തേയില മൊത്തം നുള്ളി തീർത്താൽ നിങ്ങളുടെ സേവനത്തിൽ ഉറപ്പായും വൈറലാവും. പ്ലേ മ്യൂസിക്.
കൊള്ളാം. അയ്യോ ഇനി നമ്മൾ വൈറലാവോ? നിങ്ങൾ പറഞ്ഞ പോലെ ഇത്രയും തേയില നമ്മൾ നുള്ളി. എടി ഇവരും എല്ലാ തേയിലും നുള്ളി തീർത്തോടി. എടി ഇവിടുത്തെ ഫുള്ള് ഏകദേശം കഴിഞ്ഞടി. ഇത്രയും തേയില നുള്ളി തീർത്താലേ നിങ്ങൾ വൈറലാവൂല. പിന്നെ ദോണ്ടേ അവിടെ 1.5 ഏക്കർ തേയിലത്തോട്ടം കൂടി കണ്ടോ? അതും ഇതുപോലെ ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ നുള്ളി തീർത്താ നിങ്ങളുടെ സേവനത്തിന് ഉറപ്പായും വൈറലാവും. ആണോ? അങ്ങനെ നമ്മൾ നുള്ളിയില്ലെങ്കിലോ? നുള്ളിയില്ലെങ്കിലോ അതുകൂടെ നമ്മുടെ തലയിലാവൂടി ശോഭനെ. അതേടി മഞ്ജുളെ. അപ്പൊ ഇത് ഏത് മൂട്? മൂടേ Hey, Skibidis. You know, നിങ്ങളുടെ പെർഫോമൻസ് ഭയങ്കര ഈ റിസ്ലറസ്. You know, you just took it off and your performance was dip. Skibidis മനസ്സിലായില്ല. The poor 90s and 80s and 70s. ഞാൻ 2. അതെ 1992 കടം വാങ്ങിച്ചു തരാനുണ്ട് മോളെ, അതാ പറഞ്ഞത്. അല്ലല്ല, ഞാൻ ജനിച്ചത് അപ്പൊ തന്നെ 2000 അങ്ങ് പോവല്ലായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് നിങ്ങളുടെ കൂടെ അല്ല വളരാൻ പറ്റുള്ളൂ. 89 നിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അല്ലണ്ണ ഇല്ലല്ല 80s ജനിച്ച ഇവിടെ സേവ് ചെയ്ത് വെച്ചിരുന്നു അവിടെ. എന്നിട്ട് 2000 പ്രിസർവ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ അന്നത്തെ ഇന്നത്തെ സേവ് ദ ഡേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം ഒരേപോലെ തന്നെയാ. വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നൊക്കെ ഉള്ളൂ അല്ലേ? എനിക്ക് സേവ് ദ ഡേറ്റ് കേട്ടാ എനിക്ക് പേടിയാ. അയ്യോ സത്യമായിട്ട് എന്റെ കല്യാണത്തിന്റെ സേവ് ദ ഡേറ്റ് എനിക്ക് ഭയങ്കര മോശം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നന്ദുവിന്റെ സൈഡിൽ നിന്നല്ല, ഞാൻ നമ്മുടെ അമ്മ ഷോ കഴിഞ്ഞ് നേരെ അഡൽട്സ് ഇറങ്ങിയിട്ട് അപ്പോഴത്തേക്ക് എന്നെ പിക്ക് ചെയ്യാവുന്ന നേരെ നമ്മുടെ മലമ്പുഴ ഡാമിന്റെ അവിടെ വെച്ചിട്ടാണ് സേവ് ദ ഡേറ്റ്. അപ്പോൾ കോസ്റ്റ്യൂം പോലും എനിക്ക് ചെക്ക് ചെയ്യാൻ കിട്ടിയില്ല. കാരണം ഞാൻ ഷോ കഴിഞ്ഞ് നേരെ കോസ്റ്റ്യൂം അവരാണ് കൊണ്ടുവന്നത്. പോയി എടുത്തപ്പോൾ കോസ്റ്റ്യൂം കുറച്ച് ലൂസായിരുന്നു, അപ്പോൾ ഇവിടെ സ്ലിറ്റ് ആയിരുന്നു. അപ്പം ഞാൻ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടിട്ടില്ല. അപ്പം നമ്മുടെ ആഗ്രഹമല്ലേ കല്യാണത്തിന് വെറൈറ്റി ആവുക. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അതൊക്കെ ഇട്ട് സെറ്റായി നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ മറ്റേ ഒരു വാട്ടർ ബെഡിൽ കിടന്നിട്ട് ഡാമിനകത്തേക്ക് വിടും. അപ്പോൾ മറ്റേ ഹെലിക്യാമും മറ്റേ ക്യാമൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കും. നമ്മളൊരു നടുക്ക് എത്തിയത് മഴ അങ്ങ് പെയ്ത് കുത്തനെ മഴ, നനഞ്ഞ് ഇത് മൊത്തം നനഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസരം ഫോട്ടോസ് എടുക്കണ്ട, നമ്മൾ അതിൽ തന്നെ ഫോട്ടോസ് എടുത്തു. അപ്പോൾ വന്നപ്പം പിന്നെ ഇങ്ങനെ ഉമ്മ വഹിക്കുന്ന ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ വീട്ടിൽ കാണിക്കാൻ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വെട്ടിക്കൂലി, ഭയങ്കര പേടി എനിക്ക്. അപ്പോൾ അച്ഛൻ പിന്നെ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അധികം ഇത് ചെയ്തില്ല, ഫേസ്ബുക്കിൽ മാത്രമേ അച്ഛൻ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ളൂ. ടെലിഗ്രാമിലുള്ള അപ്പോൾ പിന്നെ ഞാൻ എന്നിട്ട് അമ്മയ്ക്ക് കാണിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഇതൊക്കെ ഇപ്പോൾ എടുക്കുന്നില്ല കുഴപ്പമില്ലെന്ന്. എൻ്റെ ഏട്ടൻ പക്ഷെ പറഞ്ഞു ചിന്നത് പോസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം ഞാൻ അനുസരിക്കണമായിരുന്നു, എൻ്റെ തെറ്റ്. കല്യാണത്തിന് 2 ദിവസം മുന്നേ വീട്ടുകാരും ഫോൺ നോക്കില്ല എന്ന് ഉറപ്പുള്ള സമയത്ത് എല്ലാവരും തിരക്കില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, പോസ്റ്റ് ചെയ്തങ്ങ്. ആ പോസ്റ്റ് ചെയ്തൊരു സമയം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ഫേസ് ചെയ്തൊരു സൈബർ അറ്റാക്ക് ഉണ്ട്. അതായത് എനിക്ക് പേഴ്സണൽ മെസ്സേജ് വീട്ടുകാരാണോ? അല്ലല്ല വീട്ടുകാരാണോ സൈബർ അറ്റാക്ക് അല്ല, എന്നെ ഇതുവരെ അങ്ങനത്തെ ഒരു ക്വാളിറ്റി കണ്ടിട്ടില്ല. പിന്നെ എന്നും പറഞ്ഞു ഭയങ്കര, അതായത് മോശമായിട്ട് ഇങ്ങനെ തോന്നി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര മോശമായിട്ട് കമൻറ്റ്. അതെൻ്റെ കല്യാണം വരെ നീണ്ടു. എന്നിട്ട് കല്യാണം കഴിഞ്ഞ പോസ്റ്റിൻ്റെ താഴെ ഒരുത്തൻ വന്ന് കമൻറ്റ് ചെയ്യാണ്, സേവ് ദ ഡേറ്റ് ചെയ്തില്ലേ അതിൻ്റെ പ്രാക്കാണ് നിനക്ക് കിട്ടിയെന്ന്. എൻ്റെ ഭർത്താവ്, എൻ്റെ സേവ് ദ ഡേറ്റ്, എൻ്റെ കോസ്റ്റ്യൂം, എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഇപ്പോഴും എൻ്റെ അടുത്ത് ആൾക്കാർ പറയും അന്ന് അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു. എനിക്കറിയില്ല, ബിക്കിനി ഷൂട്ടൊന്നും അല്ല ബൈ ദ വേ. ഭയങ്കര ബ്യൂട്ടിഫുൾ, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സേവ് ദ ഡേറ്റ് ആയിരുന്നു ശ്രീദേവ്. അതെ, ഞാൻ ഭയങ്കരത്തിലൊരു ഞാൻ ആദ്യമായിട്ട് സൈബർ അറ്റാക്ക് എനിക്ക് കിട്ടുന്നത് എന്റെ സേവ് ദ ഡേറ്റ്. ശരിയായിക്കോളൂ. സൈബർ അറ്റാക്ക്. അഖിൽ, എപ്പോഴാണ് നിങ്ങളുടെ സേവ് ദ ഡേറ്റ്? എനിക്ക് കല്യാണത്തിന് പെട്ടിട്ടുണ്ട്. എനിക്ക് സേവ് ദ ഡേറ്റ് ഇല്ല, ഇപ്പൊ ഓൾറെഡി സേവ് ദ ഡേറ്റേ ഉള്ളൂ. വേദയുടെ ഇംഗ്ലീഷ് സ്റ്റൈൽ അത് പക്ഷെ ദേഷ്യം വന്ന തന്നെ മലയാളത്തിലാണ് സംസാരിച്ചത്. പക്ഷെ അല്ലാതെ ഭയങ്കര ആക്സെന്റ്. എനിക്കൊന്ന് ചേച്ചിയും വേദയും കൂടെ ഒന്ന് സംസാരിക്കാം. Can you tell me what's this save the date is all about? I don't know what is save the date because I didn't experience that. Even I haven't experienced it yet, you know. Yeah, I know that. I have not had a save the date, but you know it's good that you did a very good job, I must say. Thank you. Yeah, you did. And I like your boy also. I mean, you know, he looks very good. You know? Yeah, he has done a fantastic job, you know. Yeah. And I like the way you managed your basket when you had He is foreign, I am Malayali. വേദ ആക്ച്വലി പൂക്കിയാണോ? പൂക്കീസ് ഇവരെ Skibidi. You're Skibidi.
Yeah. എന്റെ മോളിപ്പോ ഒരാഴ്ച മുമ്പേ ഇതൊക്കെ ഈ വാക്കുകൾ പഠിപ്പിച്ചു തന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇവള് സ്കിബിഡി എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർത്ത് ഇപ്പോഴല്ലേ മോള് പഠിപ്പിച്ചത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ചോക്ക തന്നെടാ ചോക്ക. പിന്നെ നമ്മുടെ ഡയാനയുടെ ചോദിക്കട്ടെ, save the date. ഞങ്ങൾക്ക് സേവ് ദ ഡേറ്റ് ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് കല്യാണം ആയതുകൊണ്ട് ആയില്ല. പക്ഷെ ഞങ്ങൾക്കൊരു പോസ്റ്റ് വെഡിങ് ഉണ്ടായിരുന്നു. ആണോ? മൂന്നാറായിരുന്നു. എന്നിട്ട് എവിടെ അതിന്റെ വീഡിയോസ് ഞാൻ കണ്ടില്ലോ. ഇപ്പം ഇറങ്ങാൻ പോകുന്നത്. ഫോട്ടോസ് വൈറലാ. ആണോ? ഫോട്ടോസ് ഇടയ്ക്കിടയ്ക്ക് പല പല പേജുകളിൽ വരാറുണ്ട്. ഇവരിട്ടിട്ടില്ലല്ലോ. അതെ, ഡയാനയും ഭർത്താവും മൂന്നാറിൽ ആഘോഷിക്കുന്നു. ഞങ്ങളൊരു സ്റ്റോറീസ് ഞാൻ കണ്ടു, അത് അവിടെ പോയതായിരുന്നു. മറ്റത് കണ്ടില്ലേ, ഡയാനയും ഭർത്താവ് മൂന്നാറിൽ ചെയ്തത് കണ്ടാൽ ഞെട്ടും. പിന്നെ നമുക്കറിയാലോ എന്താ ചെയ്യുന്നത്, അവിടെ അവനെ കണ്ടില്ല. അതിന്റെ ഇടയിൽ കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ആര്യദത്തന് ഞാൻ ഇപ്പൊ ദാവീദ് സിനിമ കണ്ടപ്പോ ദാവീദില് ആര്യദത്തൻ അടിപൊളി ഒരു ക്യാരക്ടർ. ഞാൻ ഇവനതിലുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് കണ്ടോണ്ട് സ്ക്രീനിൽ നല്ല ക്യാരക്ടറാ, അടിപൊളിയായിട്ട്. ഹലോ ഹലോ ഹലോ, ആന്റിക്ക് എന്താ ഉള്ളത്? ആന്റിക്ക് എന്താണ് ഇല്ലാത്തത്? അതല്ല, ആന്റിക്ക് എന്തെങ്കിലും ഉണ്ടോന്ന്? പിന്നെ ഇഷ്ടംപോലെ പൊങ്ങച്ചോണ്ട് അഹങ്കാരമുണ്ട്, അതിലെ ഞങ്ങൾ കളഞ്ഞിട്ട് പോയത്. എടോ, പഴയ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്ന്? പഴയ സാധനങ്ങൾ തന്നെ എഴുതിക്കൊണ്ട് വന്നത്, ഡയറക്ടർ ഓടിച്ച്. പഴയൊന്നും ഇല്ലേ? പഴയത് ഉണ്ട്, 1-2 എവിടെയെങ്കിലും ഞങ്ങൾ കുത്തി കയറ്റി, അത് വേറെ കേസ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കിയാൽ എന്റെ ക്യാരക്ടർ വിട്ടുപോകും. ഹേ, പിന്നെ സ്കിറ്റ് മുന്നോട്ട് പോകത്തില്ല. എന്റെ പണി വിളിച്ചിട്ട് എന്റെ അടുത്ത് വെച്ചിട്ട് പോനോ? നീ ആണോടാ വെച്ചിട്ട് പോടാ. എടാ അമ്പിളിക്കുട്ടാ, വായുമ്പോൾ നീക്കാതെ ആ പഴയ സാധനങ്ങളുടെ പൊടിയൊക്കെ ഒന്ന് അടിച്ചു വയ്യടാ അങ്ങോട്ട്. മുതലാളിക്ക് തലയ്ക്ക് വല്ല ഭ്രാന്തുണ്ട്. പഴയ സാധനങ്ങളല്ലേ, അതിന്റെ പൊടി എന്തിനാ അടിക്കുന്നത്? പഴയത് 17 ഇരുന്നാലും ഇവിടെ ആള് വന്ന് കയറത്തുള്ളൂ. വെറുതെ ഒരു പട്ടി ഇവിടെ കയറാത്തത്. അത്ഭുത വിളക്ക്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനിതിങ്ങനെ തുടയ്ക്കുമ്പോ ഇതിനകത്തൊന്ന് ഭൂതം വരും. ഇല്ല, ഈ പഴയ സ്കിറ്റ് അങ്ങനല്ല, അതൊക്കെ ചുമ്മാതെയാണ്. ഭൂതവും പ്രേതവും ഒന്നും നമ്മളെ ജീവിതത്തിലൊന്നും ഇല്ല. അപ്പൊ മനസ്സിലായില്ലേ? കണ്ട, ഒരു ഭൂതവും വന്നില്ല. അതാ ആരാ കോളിംഗ് ബിൽ അടിക്കുന്നത്? ഈ പിള്ളേരെ കാര്യം ഇതാണ്. അത് ഈ കോളിംഗ് ബിൽ അടിക്കുന്നെന്ന് പറഞ്ഞ് ഇത്ര വലിയ കൗണ്ടർ ഒന്നും ഇല്ല കേട്ടോ, ഇങ്ങനെയോടൊന്ന് ചിരിക്കാൻ. അയ്യോ മാമ, പിന്നെ മുതലാളി ഇവിടെ ഇല്ല, ഇപ്പൊ വെളിയിലോട്ട് പോയുള്ളൂ. മാമനാ? മുതലാളിയുടെ അച്ഛനല്ലേ? ഞാൻ നിന്റെ മുതലാളിയുടെ അച്ഛനൊന്നും അല്ല. രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നു. ഞാൻ ഭൂതണ്ട. നീ ഊതണ്ട, ഊത അറിയാവുന്നൊരു ഊതട്ട്. നമ്മളെന്തിന്റെ എന്റെ ഇടയ്ക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്നത്? നീ കുറച്ചു നേരത്തെ ഒരു ചെമ്മിനോളൊക്കെ വരച്ചായിരുന്ന, അതിനകത്ത് വന്ന ഭൂതമാണ് ഞാൻ. ആര്? എന്നാ നിങ്ങൾക്ക് ടൈമിംഗ് തെറ്റി. നിങ്ങൾ ഇതിൽ നിന്നല്ല വരാനുള്ളത്. ഞാൻ ഇത് ഒരയ്ക്കുമ്പോ വേണം നിങ്ങൾ വരാൻ. ഓ എന്റെ പൊന്നു സുഹൃത്തേ, അലാവുദ്ദീനെ പണ്ടത്തെ കഥ അറിയാലോ? അത്ഭുത വിളക്കിന്ന് ഭൂതം വന്ന് കുറെ ക്ലീശ ഡയലോഗ് അടിച്ച് അതിൽ കയറി ലോജിക്ക് പിടിക്കാൻ നിക്കല്ലേ ദേവിയത്. ശുദ്ധഹാസ്യത്തിന് വേണ്ടി ഇറക്കുന്ന ഒരുപാട് കോമഡി ശാസ്ത്രജ്ഞന്മാരുണ്ട്. യൂട്യൂബിൽ കയറി കമന്റ് ഇട്ട് കൊല്ലും. അതുകൊണ്ട് ആ ഉള്ള ലോജിക്കിൽ അങ്ങ് പോട്ടെ പ്ലീസ്. അടുത്ത പൊങ്കാലക്കുള്ള ഉരുട്ടി കൂട്ടയാണ്. അപ്പൊ ഞാൻ ഭൂതമാണെന്ന് മനസ്സിലായല്ലോ. എനിക്കൊരു സംശയമുണ്ട്. വീണ്ടും സംശയം ഉണ്ടാ? അപ്പൊ ഒരു കാര്യം ചെയ്യാം. അത് ഞാൻ ആദ്യം വന്ന് പറയാനുള്ള സാധനം പറയാത്തോണ്ടാണ്. എന്തെന്ന്? നസീർ, നസീറ, ഹുസൈൻ, ഷുക്കൂർ. എന്തോ ഒരു ചെറിയ അപകടം പറ്റിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഹലോ ജീനി ഭൂതം. പണ്ട് അലാവുദ്ദീൻ അരച്ചില്ലേ മറ്റേ വിളക്ക്, ആദ്യം നീ എന്താണ് പറഞ്ഞത്? ഓ അതായിരുന്ന ഹുസൂർ. എന്നാലും എനിക്കൊരു സംശയം. പിന്നെ നിങ്ങൾ ഈ ഭൂതങ്ങളൊക്കെ വരുമ്പോ നല്ല പുകയൊക്കെ വരുമല്ലോ, പുകയില്ലായിരുന്നല്ലേ? പുകയെല്ലാം ഉണ്ടായിരുന്നടാ. ഇപ്പൊ പൊല്യൂഷൻ ടെസ്റ്റിനൊക്കെ ഭയങ്കര കർശനമാക്കിയില്ലേ, അതുകൊണ്ട് ആ പുകയെല്ലാം ഞാൻ ഒഴിവാക്കി. അതൊന്നുമില്ല. എങ്കിലും മനസ്സിലായി, വിശ്വസിച്ച? മനസ്സിലായി. ഇനി വിശ്വസിച്ചില്ല. ഇന്നാ ഇതെന്റെ ഭൂതാർ കാർഡ്. ഞങ്ങളുടെ ലോകത്ത് ഞങ്ങളെ തിരിച്ചറിയാനുള്ള പത്രികയാണ് ഭൂതാർ കാർഡ്. നിങ്ങൾക്കില്ലേ ആധാർ കാർഡ്? ആധാർ കാർഡ് ഉണ്ട്. ഉണ്ട്. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ചെന്നിരിക്കും ആധാർ കാർഡ് കൈ കിട്ടുമ്പോ ഇതേപോലെ ഭൂതാർ കാർഡ്. അങ്ങനെ 1000 വർഷങ്ങൾക്ക് ശേഷം ഞാൻ മോചിതനായി, ഞാൻ സ്വതന്ത്രനായി. ഭാര്യ. ഹലോ ഹലോ ഭാര്യേ. ഹലോ
മണിക്കുള്ളിൽ വീട്ടിൽ വന്നില്ലെങ്കിൽ തന്റെ മുട്ടുകാരുടെ ചിരട്ട ഞാൻ അടിച്ചു പൊട്ടി തല 16 അടി തന്നെ ഞാൻ കൂട്ടും. കണ്ടാ 1000 വർഷം ഈ വിളക്കിനകത്ത് കയറി കിടന്നവനാണ് ഞാൻ. ഇന്ന് മോചിതനായതേ ഉള്ളൂ. തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ കയറും. ഞാൻ വീണ്ടും അതിനകത്ത് കയറട്ടാണ്. അവസ്ഥ ഇതാണ് എന്റെ വീട്ടിലെ അവസ്ഥ. മനസ്സിലായ? തൊടല്ലേ, എല്ലാം താഴെ വീഴും. ഇത്ര നാള് കഷ്ടപ്പെട്ടാണ് ഈ ഞാൻ ചിമ്മിനി വിളക്കിനകത്ത് കിടന്നത്. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. നിങ്ങൾ എങ്ങനെ ഈ ചിമ്മിനി വിളക്കിനകത്ത് വന്നത്? ഒന്നും പറയേണ്ട സുഹൃത്ത്. എന്തെങ്കിലും പറയണോ, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ശമ്പളം തരും. അതല്ല ഞാൻ പറഞ്ഞത്. സംഭവം എന്റെ അവസ്ഥയെ പറ്റി പറയേണ്ടെന്ന്. അതായത് ഈ ചിമ്മിനി വിളക്കിൽ മണ്ണെണ്ണ ഉണ്ടാന്ന് ഭാര്യ നോക്കാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ മാജിക് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാല്ല. ഞാൻ ഇങ്ങനെ നോക്കണ്ട, ശരീരം അങ്ങ് ചെറുതാക്കി ഇതിനകത്ത് ഇറങ്ങി. എന്റെ തല തെറിച്ച് ഇളയ മോണ്ട് ഇതിനെ അടപ്പൊന്ന് അടച്ചു കളഞ്ഞു. ഇത്ര നാളെന്നറിയാം ഇതിനകത്ത് കിടന്നത്. വല്ലാത്ത അവസ്ഥ. എടേ പിന്നെ ഇതെന്താ സംഭവം? ഇത് ആന്റിക് ഷോപ്പ്, പഴയ സാധനങ്ങളൊക്കെ വെക്കുന്ന തുണിക്കടേ ആണ്. കുപ്പായൊക്കെ ഇരിക്കുന്നു. ഇത് വെറും കുപ്പായമല്ലേ ഇത്? പിന്നെ ഇത് മൈസൂർ സുൽത്താൻ ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന കുപ്പായമാണ്. ആണാ? അപ്പൊ അയാൾ ഇതൊക്കെ ഊരിട്ട് ഇവിടെ തുണിയില്ലാതെയാണ് പോയത്. പറഞ്ഞു മൈസൂർ ടിപ്പു സുൽത്താൻ പുള്ളിയാണ്. ടിപ്പു സുൽത്താനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ബഹുമാനം ഇല്ലാതാണ് പറയുന്നത്. എനിക്ക് പുള്ളിയെടുത്ത് ബഹുമാനമൊന്നുമില്ല. എന്റെ അപ്പൂപ്പനില്ലായിരുന്നു പുള്ളിയെടുത്ത് ബഹുമാനം. പിന്നെയാണ് എനിക്ക്. അപ്പൂപ്പനും പുള്ളിയായിട്ട് പരിചയമുണ്ടാ? പരിചയമൊന്നുമില്ല. ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് എന്റെ അപ്പൂപ്പനല്ലേ പടയോട്ട സമയം ടിപ്പുവിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞത്, അയ്യോ ഇതെന്റെ മണ്ണാണ്, ഒരു നുള്ള മണ്ണ് പോലും ഇതിന് ഞാൻ വിട്ടുതരില്ല എന്ന്. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് മണ്ണെടുത്ത് അപ്പൂപ്പന്റെ വായിൽ അടിച്ച് കയറിയിട്ട് ആ മണ്ണിൽ തന്നെ ചവിട്ടി താത്തു. അതെന്തിന്? അപ്പൂപ്പൻ വെല്ലു വിളിച്ചത് മൈസൂരിലെ ടിപ്പുവിനാണല്ലോ, രതിദുർഗത്തിലെ പപ്പൂനെ അല്ല. ചേതാവേന ചിരിക്കുന്നതൊക്കെ ചിരിക്കുന്നു. ശരി, അപ്പൊ എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം. 1000 വർഷത്തിന് ശേഷം ഞാൻ പുറത്തു വന്നത് നീ കാരണമാണ്. നീയാണ് ഇന്ന് മുതൽ എന്റെ യജമാനൻ ഹുസൂർ. അപ്പൊ നീ എന്ത് ചോദിച്ചാലും ഞാൻ തരും. പക്ഷെ ഒരു കാര്യം, 3 വരെ ചോദിക്കാം. ആലോചിച്ച് വേണം ചോദിക്കാം. ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ. എന്നാ നിനക്കെല്ലാം ഓർമ്മ വരട്ടെ. 1ാമത്തെ വരം. അതല്ല, അത് മാറ്റിയാളാ. എന്നാ പിന്നെ എല്ലാം മാറ്റോട്ടെ. 2ാമത്തെ വരമായിട്ടുണ്ട്. ഇനി ഒരെണ്ണേ ഉള്ളൂ. അതെന്തായാലും ആലോചിച്ച് ചോദിച്ചാൽ മതി. പതിയെ സമയം എടുത്തോ, കുഴപ്പമില്ല. ഒരു വരവും കൂടെ ഉള്ളൂ. പിന്നെ എന്റെ വീടിന് നിറച്ച് മേലിലൊക്കെ നിറച്ച് മാറാലെയാണ്. അതുകൊണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം, വീട് വൃത്തിയാക്കണം എനിക്ക്. അതിന് ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. മാറണം. രാവിലെ കുറച്ച് വെള്ളം ചൂടാക്കി കുറച്ച് ഉപ്പിടുക. എന്നിട്ട് അത് വായിക്കകത്തെടുത്ത് ഒഴിക്കണം. എന്നിട്ട് മുകളിലേക്ക് നോക്കി കളകള. അപ്പൊ മാറാലെ മാറില്ല. എല്ലാം മാറാലെ എവിടെ ഇരിക്കണം എന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു ചൂടെടുത്ത് അടിച്ച് വൃത്തിയാക്കുക. എടാ 24 മണിക്കൂറും കുഞ്ഞിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാലേ ഇതൊന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ വന്നത് വൃത്തിയാക്കി തരാം. അല്ലെങ്കിൽ ഇനി വൃത്തിയാക്കിയിട്ട് കാര്യമില്ല. ഞാൻ വീട്ടിലൊന്നും പോകാറൊന്നുമില്ല. അത് വീട്ടിൽ നീ പോകാത്തന്റെ കാര്യം? വീട്ടിൽ പോകാൻ പറ്റൂല. കാര്യം? അതെ, എന്റെ മാമ സുഖമല്ല അടക്കരുത്. മാമന് ഭയങ്കര ആഗ്രഹം വെച്ച് കാറ്റൊക്കെ കൊള്ളണം. അയ്യോ പാവം. എന്റെ ഇരിക്കുന്ന ഫാൻ മേടിക്കാനൊക്കെ പൈസ. അങ്ങനെ ഞാൻ ഫാൻ മേടിക്കാൻ തപ്പി നടന്നു. പിന്നെ ഇലക്ട്രീഷ്യൻ തപ്പി നടന്നു. ആരെയും കിട്ടിയില്ല. നീ പിന്നെ എന്ത് ചെയ്ത്? ഞാനിവിടെ നിന്ന് പഴയ ഒരു ബ്രിട്ടീഷുകാരെ ഫാൻ എടുത്ത് കെട്ടി തൂക്കി. വർഷങ്ങൾ പഴക്കമുള്ളത് കെട്ടി തൂക്കി. എന്നിട്ട് ഞാൻ പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോ വീടിന്റെ ഫ്രണ്ടിൽ ടാർപ്പ, കസേര, ട്യൂബ്, ആള്. മാമ മരിച്ചായിരിക്കും അല്ലേ? ചായിരിക്കൊന്നല്ല, കൺഫേം. വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട. അങ്ങനൊന്നും പറയരുത്. അങ്ങനെ ആർക്കും വേണ്ട നടക്കുന്നവരൊന്നുമല്ല ഞാൻ. പിന്നെ എനിക്കൊരു കാമുകിയൊക്കെ ഉണ്ട്. അവൾ എന്ന് വൈകുന്നേരത്ത് ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ വിളിക്കും കുടിക്കാൻ. നീ പോയി കുടിക്കുവോ? ഞാൻ എപ്പോഴത്തേക്ക് കൂട്ടുകാരോട് വെള്ളമൊക്കെ അടിച്ച് കറങ്ങി കിടക്കും. എടാ മരക്കിഴങ്ങ കാമുകി ജ്യൂസ് ഉണ്ടാക്കി തരുമ്പോ അത് കുടിക്കണോ? കണ്ട മാട്ട വെള്ളം കുടിക്കാൻ പോണോ? എന്തോ പറഞ്ഞിട്ട് ഈ പറയുന്നത്? ഇന്നത്തെ കാലത്ത് കാമുകിമാര് തരുന്ന ജ്യൂസ് ഒന്നും കുടിക്കാൻ പറ്റത്തില്ലെന്ന്. കൂട്ടുകാർ തരുന്ന 4 പെഗ്ഗാണെങ്കിൽ ഇഴഞ്ഞെങ്കിലും വീട്ടിൽ എത്താം. അപ്പൊ ഞാനൊരു കാര്യം പറയാം. നിനക്ക് എന്തെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ അത് ഉപയോഗിച്ചോ, ഞാൻ പറഞ്ഞു. പ്രശ്നത്തിന് പരിഹാരം ഉണ്ട്. എന്നെ എല്ലാരും കളിയാക്കും. എന്തിന് കണ്ണാടി വരെ എന്നെ കളിയാക്കും. കണ്ണാടി കളിയാക്കും? അതെങ്ങനെ? പിന്നെ കണ്ണാടിയെ കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. എന്റെ കുഞ്ഞുനാളില് ഞാൻ ഈ കണ്ണാടി നോക്കി ഒരുപാട് കൊഞ്ഞനം കുത്തി കണ്ണാടിയെ കളിയാക്കരുത്. ഇപ്പൊ കണ്ണാടി എന്നെ കളിയാക്കോ? കണ്ണാടി നിന്നെ കളിയാക്കുന്നല്ലടാ. അതായത് ഇത്ര നീ പ്രായമായില്ലേ, നിന്റെ മുഖത്തൊക്കെ ചുക്കും ചുളിവൊക്കെ വീണ് നീ വല്ലാത്ത ലെവലായി പോയി. നിന്റെ മുഖം തന്നെ അവിടെ കാണുന്നത്. അത് ഞാൻ വേണ്ടി കളിയാക്കുവാണെന്ന് ഒരിക്കലും അല്ല. അപ്പൊ പിന്നെ അതെ, പിന്നെ ഞാൻ ഒരു വന്നപ്പോഴേ ചോദിക്കണമെന്ന്. ഈ ഭൂതങ്ങൾക്കൊക്കെ ഈ കറുത്ത തലമുടിയില്ലേ, നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ഈ നരച്ചത്? ഈ തലമുടിയും താടിയൊന്നും അല്ല. വീട്ടിൽ ചെലവിന് കൊടുക്കാത്തന്നെ കരിമ്പ് തൊലി കളഞ്ഞ് പൈപ്പ് ഉച്ചിന്ന് ഇടിച്ചിറക്കിയതാണ്. അങ്ങനെ. അപ്പൊ എന്തായാലും വേറൊരു കാര്യമുണ്ട്. എന്തായാലും നിനക്ക് 3ാമത്തെ വരം ചോദിക്കാനുള്ള സമയമായി. ഇനി പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് ആലോചിച്ച് 3ാമത്തെ വരം ചോദിച്ചോ. അത് പിന്നെ മാറ്റാനും പറ്റത്തില്ല. 3ാമത്തെ വരം ആലോചിച്ച് ചോദിച്ചോ. ചോദിക്കട്ടാ? ചോദിച്ചോ തരാം. എനിക്കേ സിനിമ വന്നിട്ട് ഈ ശ്വേതാമേനോനെ കല്യാണം കഴിച്ചിരിക്കും. അങ്ങനെ സിനിമ വന്നിട്ട് ശ്വേതാമേനോനെ കല്യാണം കഴിച്ചിരിക്കും. പിറങ്കാലം ഒത്തിരി ചവിട്ടുന്നുണ്ടല്ലോ. ശ്വേതാമേനെ ആ സ്ത്രീയുടെ മുഖത്തോട്ട് നീ നോക്കടാ. ഒന്ന് കണ്ട വൈഭവം കണ്ട
അവരുടെ ഭർത്താവിനെ നീ കണ്ടിട്ടുണ്ടോ? കയ്യൊക്കെ ഈ കനം വരും. ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞ സുഹൃത്തെ കണ്ണു തുറക്കുള്ളൂ. 7 ദിവസം കഴിഞ്ഞാലും കണ്ണ് തുറക്കുമല്ലോ. അതും വെള്ളം കുടിക്കാൻ വീണ്ടും കിടക്കും. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല, എനിക്കും കിട്ടും. ദയവ് ചെയ്ത് ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്, അവരെ കല്യാണം കഴിച്ചു തരാൻ പറയരുത്. അതൊഴിച്ച് നീ വേറെ എന്തുവാണോ ചോദിച്ചോ, നിനക്ക് വേണമെങ്കിൽ ആ ശ്രീവിദ്യ കല്യാണം കഴിച്ചു തരാടാ. അത് എന്റെ കൂടെ നടക്കാനുള്ള സൗന്ദര്യം ഇല്ല. എലീന പഠിക്കൽ വേണ്ട വേണ്ട വേണ്ട. ഉമ്മ ചാടിത്തുള്ളൊക്കെ വളവള വർത്താനോ വീട്ടിൽ അമ്മ പ്രശ്നം ഉണ്ടാക്കും. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ശ്വേതാമന്റെ കാര്യം നടക്കില്ല. അതൊഴിച്ച് നീ വേറെ എന്ത് വേണോ ചോദിച്ചോ, എങ്ങനെ ഞാൻ നടത്തി തരും. പറ്റൂലേ? സത്യം, അത് പറ്റില്ല. ഒരു കാര്യം ചെയ്യും, എനിക്ക് ഒരുപാട് ബുദ്ധിയൊക്കെ തന്ന് എന്നെ ഒരു ഉത്തമ പുരുഷനാക്കി മാറ്റും. നിനക്ക് ശ്വേതാമനായിട്ടുള്ള കല്യാണം ആഡിറ്റോറിയത്തിൽ വെച്ച് വേണോ, അത് അമ്പലത്തിൽ വെച്ച് വേണോ? നേരത്തെ ഇതല്ലല്ലോ പറഞ്ഞത്. അല്ല, നീ രണ്ടാമത് പറഞ്ഞ ഞങ്ങൾ ഏറ്റവും എളുപ്പം ഇതാടാ. ഭൂതേഷ് കുമാർ. എന്റെ പ്രഭുവാണ്, അശരീര പ്രഭു. ബഹുമാനിക്കണം, തൊഴുതില്ല. പ്രഭു പറയണം പ്രഭു. നിങ്ങൾ മോചിതനായതിൽ സന്തോഷം. എന്നാൽ നിങ്ങൾ ഈ ഭൂമിയിൽ കാണുവാനോ മിണ്ടുവാനോ പാടില്ലാത്ത ഒരു മനുഷ്യനുണ്ട്. അങ്ങനെ കാണുമുണ്ടേ ചെയ്താല, അങ്ങനെ ചെയ്താ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്താൽ നിങ്ങൾ 2000 വർഷം വീണ്ടും വിളക്കിനകത്ത് കഴിയേണ്ടി വരും. 1000 വർഷം കഴിഞ്ഞത് തന്നെ എനിക്ക് തന്നെ അറിയാം. അയ്യോ, അശരീര പ്രഭു, അതെ, ആ പേരൊന്ന് പറഞ്ഞു തരാമോ? ആ മനുഷ്യന്റെ പേര് അമ്പിളിക്കുട്ടൻ. അങ്ങനെയൊക്കെ ഓരോരോ ജന്മങ്ങൾ ഉണ്ടടേ. പറയാൻ പോലെ നിന്റെ പേരും തോന്നുന്നു അമ്പിളിക്കുട്ടൻ. അശരീരം മോനെ. എടാ, ഷൂട്ട് കഴിഞ്ഞിട്ട് ക്യാമറ സ്റ്റാൻഡ് വടക്കുമ്പോ പറഞ്ഞാൽ മതിയായിരുന്നല്ല, നേരത്തെ ആയിപ്പോയി. എന്നെ വീണ്ടും വിളക്കിലേക്ക് എന്നെ പോകാൻ. ദൈവമേ, ഇടയ്ക്കൊക്കെ അങ്ങനെ നിങ്ങൾ പുറത്തിറക്കണം കേട്ടാ. തുറ. എനിക്ക് എന്തായാലും എനിക്ക് വിധിച്ച് എന്നാലടാ 2000 വർഷം അതിനകത്ത് കിടക്കണം. വല്ലപ്പോഴും വന്നൊന്ന് ഒരിക്കെങ്കിലും ചെയ്യണേ ഈശ്വരാ. ശരി, ഞാൻ തുറന്നു വിടാം കേട്ടാ. നീ ചേതാമേനോൻ എനിക്ക് കെട്ടിച്ചേരൂല അല്ലടാ തെണ്ടി. ഞാൻ തുടങ്ങാം. അയ്യോ, എനിക്കിതിലൊന്നും വിശ്വാസമൊന്നും ഇല്ലെന്ന്. ഇല്ല വേണ്ട കേട്ടോ. ഏതായിരുന്നു ഇതല്ലായിരുന്നു സാധനം? വേണ്ട ഇല്ലടാ, തുറക്കരുത്. വെറുതെ പ്രശ്നമാവും. അല്ല, എനിക്ക് തോന്നില്ല എനിക്ക് പ്രശ്നം. എന്തിനാ വെറുതെ തമാശ കളിക്കല്ലേ? നോക്കാലോ വരുമോ ഇല്ലയോ ഒന്ന്. എടാ അമ്പളിക്കുട്ടാ, നീ ഇത് കണ്ടോടെ? എന്തോന്ന് ഇത് തീർത്തിട്ട് ഇവിടെ പോയതല്ലേ? അയ്യോ, വീണ്ടും വിളിച്ചു വരുത്തിയാ. അല്ല, ഞാൻ ഇതിൽ വലിയ വിശ്വാസം ഇല്ലാത്തോണ്ട് നോക്കാം. പൊന്നു കൊച്ചെ, എങ്ങനെ വല്ല വിധനെ 10 കൗണ്ടർ ഒപ്പിച്ചൊരു സ്കിറ്റ് ഉണ്ടാക്കി വെച്ചത് കാരണം വീണ്ടും വിളിച്ചു വരുത്തേക്കുന്നു. ഒരു കാര്യം, നിങ്ങൾ ഇന്ന് സ്കിറ്റ് കളി. അല്ല, എനിക്കറിയുക, എനിക്കെങ്ങനെ അറിയും? അണിഞ്ഞുടക്കി അതാടാ. ഇനി എങ്ങനെ എന്ത് ചെയ്യും? എനിക്ക് തലയെ കൂടെ വണ്ടി ഓടല്ലേ, ഇങ്ങോട്ട് ഒന്നും ചെയ്യണ്ട. അവിടെ വയ്ക്കല്ലേ, ഇനി എടുത്ത് വരയ്ക്കും. നോക്കോ, ആവശ്യമില്ല. അയ്യോ, ഇത് കോടതിയായിരുന്ന പോലീസ് സ്റ്റേഷൻ അല്ലേ? ഈ പോലീസ് സ്റ്റേഷനും കോടതി അടുത്ത് വന്നാലുള്ള കുഴപ്പം ഇതാണ്. എന്ത് ചെയ്യും? അല്ലല്ലോ, ഇത് പോലീസ് സ്റ്റേഷൻ തന്നെയാണല്ലോ. ദീപ്തി എടോ, ഇത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ തന്നെയല്ലേ? അതെ സാർ. അതെന്റെ കസേരയല്ലേ? അതെ സാർ. പിന്നെ അത് കയറിയിരിക്കുന്ന ആരാടോ? അത് വക്കീലാ സാർ. അയാളെന്തിനാ എന്റെ കസേര കയറിയിരിക്കുന്നത്? ആ ബേബി സാർ കൊണ്ട് ഇറക്കിയതാ. അല്ലേലും അവന് പണ്ടോട്ട് എന്നോടൊരു കലിപ്പ. എന്റെ കസേര വേറൊരുത്തരെ കയറ്റി ഇരുത്തിട്ട് എന്നെ ഇവിടെ സ്ഥലം മാറ്റാനുള്ള പരിപാടിയാ. എന്നാടോ? എന്തേ? അല്ല, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അല്ല, ഞാൻ സല്യൂട്ട് അടിച്ചാ. ആരാടോ ആയിരിക്കുന്നത്? അത് ഞാൻ പെട്രോളിങ്ങിന് പോയപ്പോ പിടിച്ചാ. അതിന് ഇന്ന് ഇവിടുന്ന് ആരും പെട്രോളിങ്ങിന് പോയില്ലല്ലോ. അതല്ല സാറേ, എന്റെ ബൈക്കിൽ പെട്രോൾ തീർന്നു. അത് അടിക്കാൻ വേണ്ടി പുറത്ത് പോയപ്പോ വഴിയിൽ നിന്ന് കിട്ടിയതാ. വഴിയിൽ നിന്ന് കിട്ടുന്ന ഇവിടെ കൊണ്ട് വയ്ക്കുന്നതിന് ആക്രി കടയാ. ഒന്നും പറയല്ലേ, പ്രഗത്ഭരായ വക്കീലാണ്. പിന്നെ മാറാറൊന്ന് മാറാൻ പറ. അതല്ലെന്ന് ഒറ്റ നിപ്പിൽ ഒരേ കോടതിയിൽ 5-6 കേസ് ഒരുമിച്ച് വാദിച്ചു കളയും. എന്തിനാണ് ഒറ്റ നിപ്പിൽ 5-6 കേസ് ഒരുമിച്ച് വാദിക്കുന്നത്? ഏതെങ്കിലും തോറ്റാലും 1-2 ജയിക്കല്ല. അതെ, ഒരു സിറ്റിങ്ങിന് 50,000 രൂപയാ ഫീസ്. എന്നിട്ട് ഇതിനാണ് എന്റെ സീറ്റ് കയറ്റി ഇരുത്തിയിരിക്കുന്നത്. എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാനാ. വിളിച്ചേ സാറേ, ആ നിയമ പുസ്തകം തിന്നു കഴിഞ്ഞെങ്കിൽ ഒന്ന് എഴുന്നേക്കാവോ? രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി അയക്കല്ലേ.
പഞ്ച് ഡയലോഗാണല്ലോ. സാറേ അമ്മോ ഇതിനകത്ത് മൊത്തം പഞ്ചാണ്. രാജസ്ഥാൻ ഭൂമിയിലേക്ക് മണൽ കയറ്റി അയക്കല്ലേ ഇപ്പൊ പറഞ്ഞത്. ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കരുത്, വെള്ളത്തിൽ ആണി അടിക്കരുത്, ആകാശത്തിലൂടെ പോകുന്ന പക്ഷിയെ ഏണി വെച്ച് പിടിക്കരുത്. 1001 പഞ്ച് ഡയലോഗ്. അപ്പൊ ഇരിക്കുന്നത് കുസൃതി കൊടുക്കുകയാണ്. കഴിക്കണോ മാധവ മഹാദേവ, ഈ റിസർവ് ബാങ്കിലൊക്കെ നോട്ടുകൾ അച്ചടിക്കുന്ന ഒരു മിഷൻ ഉണ്ടല്ലോ, കുമ്മട്ടി കമ്മട്ടം. അതുകൊണ്ട് തുലാഭാരം നടത്തിയാൽ പോലും മാറാതിരിക്കുന്ന തട്ട് താന്ന് തന്നെ ഇരിക്കും. ഒന്ന് എണീക്കാവോ? ഈ തട്ടിന് ഇച്ചിരി ഉയര കൂടുതലാണ്. ഒരു കൊരണ്ടിപ്പറ ഇട്ട് കൊടുത്ത പി സി അതാകുമ്പോ കറക്റ്റായി. സാറേ സോപ്പിടാൻ വേണ്ടി മറ്റോ വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ കുളിച്ചതാണല്ലോ. അല്ലെന്ന് ഒപ്പിടാൻ വേണ്ടി മുരളി മുരളി വരാൻ പറ. മുരളി വാ. എന്നാ സാറേ നടക്കണ വഴിയിലാണോ കുടന്ന് പുറത്ത് വെച്ചിരിക്കണത്? കാലം കൂടെയാ. ഒപ്പിട്ടോ സാറേ സാറൊന്ന് നല്ല സുന്ദരനായിട്ടുണ്ട് കേട്ടാ. ആ സാറേ സാറും ഒന്ന് മിനിങ്ങിയിട്ടുണ്ട്. ഇതിനൊന്നും പറയാനേ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ ഇവൻ ഒപ്പിടാൻ വന്നതല്ല, നമ്മളെ സോപ്പിടാൻ വേണ്ടി വന്നതാ. ഒപ്പിടല്ലേ എന്നാ മേഡം? സാറേ ഈ ഒപ്പ് കണ്ടോ? പല ദിവസങ്ങളായി പല രീതിയിലാണ് ഒപ്പിട്ട് വെച്ചിരിക്കുന്നത്. അത് ശരിയാണല്ലോ. എന്നാടാ പല ഒപ്പാക്കി കിട്ടി വെച്ചേക്കണത്? സാറേ എന്റെ പേരുള്ള കേസ് എന്തുവാ? കള്ള ഒപ്പിട്ടാനല്ലേ? അങ്ങനെ കള്ള ഒപ്പിട്ടിട്ടിട്ടിട്ട് എന്റെ സ്വന്തം ഒപ്പ് ഞാൻ ഇപ്പൊ മറന്നുപോയി. നീ ഇന്നിപ്പോ ഇവിടെ ഒപ്പിടണ്ട. സാർ അങ്ങനെ പറയല്ല സാർ, ഞാൻ ഒപ്പിട്ട് പൊക്കോട്ടെ സാറേ. വീട്ടിൽ പോയി നിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒപ്പ് പഠിച്ചിട്ട് വന്ന് ഒപ്പിട്ടാ മതി കേട്ടാ. കഷ്ടമാ സാറേ. അയ്യോ വക്കീലല്ലേ? എന്താ ഇവിടെ? എസ് ഐ സാറിന് ഒരു കേസ് പഠിപ്പിക്കാനുണ്ടായിരുന്നു. എന്നിട്ട് പഠിച്ചോ? ഇല്ല പഠിച്ചോളും. ഭയങ്കര പീസാ. എനിക്ക് വക്കീലിനെ അറിയോ? പിന്നെ അറിയാം. എന്റെ കേസ് പറിച്ച് ഈ വക്കീലല്ലേ? വക്കീലേ ഒന്ന് കാണണം. എന്താണോ ഈ പുള്ളിയുടെ കേസ്? സാറേ എന്നെ ഇങ്ങനെ ഇരുത്താനാണോ പരിപാടി? അല്ല താങ്കൾ അങ്ങനെയല്ലല്ലോ ഞങ്ങൾ ഇരുത്തിയത്. മിസ്റ്റേക്കാ. ഞാൻ പിടിക്കുമ്പോഴേ നല്ല വെള്ളമായിരുന്നു, 4 കാലിലേക്കായിരുന്നു. അത് ശരി. മൂക്കറ്റം കള്ളു കുടിച്ചിട്ടാണ് നീ ഇവിടുന്ന് ഡയലോഗ് പൂശിയത്. എടാ പൊതു സ്ഥലത്ത് മദ്യപിക്കുന്നത് തെറ്റാണ്. IPC PC അതൊന്ന് പറഞ്ഞേ. ഒരു പേജാണെന്ന് മറന്നുപോയല്ലോ. കിട്ടി IPC 107-120-137. അതാണ് പറഞ്ഞത്. ആ വകുപ്പ് പ്രകാരം മദ്യപിക്കുന്നത് തെറ്റാണ്. മിസ്റ്റർ ഇൻസ്പെക്ടർ, മദ്യപാനം ഒരു തെറ്റാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു? ആരാടോ പറഞ്ഞു? എല്ലാരും പറയുന്നുണ്ട്. ആരാണ്ട് പറഞ്ഞുണ്ടാക്കിയതാണ്. അങ്ങനെ ആരാട്ടും പറഞ്ഞുണ്ടാക്കില്ലേ. ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞുണ്ടാക്കാം. മദ്യപാനം ഒരിക്കലും ഒരു തെറ്റല്ല, അതൊരു കുറ്റമല്ല. സർക്കാരിന്റെ വരുമാനത്തിന് വേണ്ടി സർക്കാർ ഉണ്ടാക്കുന്ന, സർക്കാർ വിൽക്കുന്ന മദ്യം. സർക്കാർ ഫ്രം ദി സർക്കാർ. ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. ഐ കോൺട്ട് ഡയബറ്റീസ്. ഐ കോൺട്ട് കൊളസ്ട്രോൾ. നിങ്ങൾ ഇങ്ങനെ രോഗത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കല്ലേ. ഈ പറഞ്ഞ രോഗമല്ല എനിക്കുണ്ട്. ഡയബറ്റിക് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. കടുകട്ടി ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടും. ഞാൻ മദ്യപിച്ചതിന്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്ത് സാഹചര്യം? അതായത് ഞാൻ കോടതിയിൽ നിന്നും വരികയായിരുന്നു. ഇങ്ങനെ ചുമ്മാ ചാടിക്കേറി വരികയല്ല. ഞാൻ വാദിച്ച എന്റെ കക്ഷികൾക്ക് കടുത്ത ശിക്ഷ മേടിച്ചു കൊടുത്ത ആഹ്ലാദത്തിലാണ് ഞാൻ വന്നത്. ഈ സമയത്ത് റോഡിലേക്ക് ഇറങ്ങി ഞാൻ ഞെട്ടിപ്പോയി. എന്താ റോഡില്ലായിരുന്ന? റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നു. ഇവിടെ പിന്നെ പുഴയിലൂടെയുള്ള വാഹനങ്ങൾ പോണത്. ഒന്ന് കണ്ടപ്പോ 4 തോന്നിയിട്ടുണ്ടാവും. അതല്ല, ഈ തിരക്കിട്ട വാഹനങ്ങളിനിടയിലൂടെ ഞാൻ വണ്ടി ഓടിച്ചു പോയാൽ ആ വണ്ടി ഒന്ന് മുട്ടിയാലോ, ആ വണ്ടി ഒന്ന് തട്ടിയാലോ, ഞാനെങ്ങാനും തട്ടിപ്പോയാലോ. അങ്ങനെ എനിക്ക് ഹൈപ്പർ മാർക്കറ്റ് ടെൻഷൻ കയറി. ആ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒബ്ജക്ഷൻ യുവർ ഓണർ ഞാൻ മദ്യപിച്ചത്. അത്ര വലിയ തെറ്റൊന്നും അല്ല. എന്റെ പൊന്നു സാറേ, അത് കറക്റ്റ് ആണ്. എനിക്ക് ഈ ടെൻഷൻ ഉണ്ടാവാറുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ വൈകുന്നേരം 2 അടിച്ചിട്ട് വണ്ടി ഓടിച്ച് വീട്ടിൽ പോണത്. വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യയുടെ കുറ്റപ്പെടുത്തലാണ് സഹിക്കാൻ പറ്റുന്നത്. അയ്യോ, നമ്മൾ അടിച്ച പാറ്റ് കംപ്ലീറ്റ് ഇറങ്ങിപ്പോ. എന്റെ വീട്ടിൽ ഫുള്ളായിട്ട് ഇത് തന്നെയാ പരിപാടി. സാറേ ഇനിയും വരാൻ പോണുള്ള കേസ് ഇനിയണ്ട. പിന്നല്ലേ അത് പറ. ഈ പുള്ളിക്കാരൻ ഒറ്റയ്ക്കല്ല ബൈക്ക് ഓടിച്ചോണ്ട് വന്നത്. ഇതിന്റെ പുറകിൽ വേറെ 2 പേരും കൂടി ഉണ്ടായിരുന്നു. ഇവന്റെ വരവ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്ന്. നരേന്ദ്രപ്രസാദ് വിട. പിന്നെ അപ്പോൾ നമുക്ക് ഇവനകത്താക്കാനുള്ള മറ്റൊരു വകുപ്പ് കൂടിയുണ്ട്. ഓവർലോഡ് ആക്ട്. ഓക്കെ, ഇന്ത്യൻ ഓവർലോഡ് ആക്ട്. IPC PC അതൊന്ന് വായിച്ചേ. എല്ലാ ലോഡും കൂടി എന്റെ തലയിലോട്ട് വെച്ചു. നീ അതന്വേഷിച്ചു പിടിക്കണമല്ലോ. നോക്കി പറഞ്ഞു. ഇന്ത്യൻ ഓവർലോഡ് ആക്ട്
ഇപ്പൊ മൊത്തത്തിൽ ഇന്ത്യൻ ഓവർലോഡ് ആക്ട്. ഷർട്ടിലും ജീൻസിലും 10-ൽ കൂടുതൽ പോക്കറ്റ് വെക്കുന്നത് ഓവർലോഡാണ്. ആൺകുട്ടികൾ 1 മീറ്റർ ചുറ്റളവിൽ തലയിൽ മുടി വളർത്തുന്നത് കുറ്റകരമാണ്. ചെറിയ ഫോണിന് വലിയ പൗച്ചിടുന്നത് ഓവർലോഡ് ആക്ട് പ്രകാരം കുറ്റമാണ്. പിന്നെ ഒരു സ്ത്രീ 12 പ്രാവശ്യത്തിൽ കൂടുതൽ പ്രസവിക്കുന്നത് ഇന്ത്യൻ ഓവർലോഡ് ആക്ട് പ്രകാരം കുറ്റകരമാണ്. മദ്യപാനം മാത്രമല്ല, ഗർഭവും കൂടി എന്റെ തലയിൽ കയറ്റി വെക്കണം. നിങ്ങൾ കേസിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നു. എന്റെ കൂടെ 2 പേരുണ്ടായിരുന്നു. അവര് നിസാരക്കാരല്ല. എന്റെ വാദത്തിന്റെ ഗുണവധികാരം കൊണ്ട് എന്റെ 2 എതിർ കക്ഷികളാണ് അവിടെ നിന്ന് കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. യുക്രൈൻ വരെ കിട്ടേണ്ട കേസായിരുന്നില്ലേ? ഞാൻ വാദിച്ച് അവര് വെറുതെ വിടി. അങ്ങനെ അവര് ആ സന്തോഷത്തിന്റെ പുറത്താണ് എനിക്ക് മദ്യം മേടിച്ചെന്നു. അതുകൊണ്ട് ആ 2 പേരെയല്ലേ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത്? ആ 2 പേരെയല്ലേ നിങ്ങൾ ലോക്കപ്പിൽ ഇടുന്നത്? എത്രയും പെട്ടെന്ന് ഈ വക്കീലിന്റെ കൂടെ പോയി അറസ്റ്റ് ചെയ്തോണ്ട് വരൂ. എന്ത് കാര്യത്തിന്? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്റെ അച്ഛനും അത് തന്നെയാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ 2 പേരും അജയനും വിജയനും. എന്റെ പൊന്ന് സാറുമാരെ, പുതിയ സിനിമയിൽ പഴയ സിനിമ കേട്ടല്ലേ? യഥാർത്ഥ കഥയിലേക്ക് വരാൻ പോകുന്നുള്ളൂ. ഇനിയാണ് പ്രധാനപ്പെട്ട ട്വിസ്റ്റ്. അത് പറ. ഇദ്ദേഹം ഓടിച്ചുകൊണ്ട് വന്നത് സ്വന്തം ബൈക്കല്ല, എവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന ബൈക്കാണ് ഓടിച്ചുകൊണ്ട് വന്നത്. അപ്പൊ റോബറി. മിസ്റ്റർ മാരാർ, shall I remind you something? സാറേ, ഇത് മമ്മൂട്ടി ഡയലോഗ് അല്ലേ? മോഷണക്കുറ്റത്തിന് മോഷ്ടിച്ച ഡയലോഗ് ആവാം. ആര് സ്ട്രോബറി മോഷ്ടിച്ചു? ദൈവത്താണ് സത്യം. ബാറിൽ നിന്ന് 2 കുമ്മട്ടിയ കഷ്ണം കോലോട്ട് കുത്തുന്നെടുത്തല്ലാതെ ഞാൻ സ്ട്രോബറി മോഷ്ടിച്ചിട്ടില്ല. ഇവിടെ കുമ്മട്ടിക്കാ മോഷണമല്ല, ഇവിടെ ബൈക്ക് മോഷണമാണ് പ്രശ്നം. അത് തന്നെ ഞാനും പറയുന്നത്. ആര് ബൈക്ക് മോഷ്ടിച്ചു? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ കോടതിയിൽ നിന്ന് ബാറിലേക്ക് പോകുന്നത് ഓട്ടോറിക്ഷയിലാണ്, അതായത് 3 വീലർ. ഞാൻ ബാറിൽ നിന്ന് മദ്യപിച്ച് വീലായിട്ട് പുറത്തിറങ്ങി വന്നപ്പോ ഞാൻ എടുത്തുകൊണ്ട് വന്നത് 2 വീലറാണ്. അത് പ്രകാരം വെച്ച് നോക്കുമ്പോൾ എനിക്കിപ്പോഴും 1 വീല് നഷ്ടമാണ്. ഞാൻ നഷ്ടപരിഹാരത്തിനെതിരെ കേസെടുത്തു കഴിഞ്ഞാൽ സാറ് പെടും, സാറും പെടും. ബേബി നമ്മള് പെടുവാ. സാറിന് പിന്നെയും ഭ്രാന്തായെന്നാ? അപ്പൊ ഇതിനു മുമ്പ് എനിക്ക് ഭ്രാന്തുണ്ടായിരുന്ന? ആണ്ടില്ലാന്ന് എനിക്ക് തന്നെ തോന്നിട്ടില്ല. ആണല്ലേ? എല്ലാരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ? Your points are very political. Okay, what are you talking, Mr. Kocham? Excuse me, sir. Your last dialogue is He's the very interested police station. BBC സ്കൂൾ എല്ലാം കൂടി ഒറ്റക്കെട്ടായേ ഇവര് സർക്കാർ സ്കൂളിൽ നിന്ന് പുഴുക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ഇംഗ്ലീഷ് ഇവന്മാരെല്ലാം കൂടി ഒത്തുകിട്ടി. എല്ലാരും ഒത്തുകിട്ടിയോ? എല്ലാരും ഒത്തുകിട്ടിയതല്ലേ പറഞ്ഞത്. എന്റെ ഒറിജിനൽ ഒപ്പ് കിട്ടി. ഞാൻ വീട്ടിൽ ചെന്നപ്പോ ഞാൻ ഒരു ബുക്കിൽ പണ്ടങ്ങനെ ഇട്ടിരുന്ന. എന്നാ ഒപ്പിട്ടോ? അയ്യോ, ആ ഒപ്പിടാൻ പറ്റില്ല സാറേ. ആ ഒപ്പ് നൂൽപ്പൊട്ട് പോലെ ഇരിക്കുക. എവിടെ തുടങ്ങി എവിടെ അവസാനിച്ച് നൂല് പിടുത്തോലെ എനിക്ക്. പിന്നെ ഞാൻ ആ ഒപ്പ് വെച്ച് ഒരു സീലങ്ങ് അടിച്ച്. അതാകുമ്പോ ഞാനേ എപ്പോഴും ഇവിടെ വന്നിട്ട് ഇങ്ങനെ സീല് വെച്ചാ പോരെ. കണ്ടാ, അഥവാ ഞാൻ ഒരു ദിവസം ഒപ്പിടാൻ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുത്ത് ഇങ്ങനെ സീല് വെച്ചാ പോരെ. നീ അങ്ങനെ ഒപ്പിടാൻ ഇവിടെ വന്നില്ലെങ്കിൽ നിന്നെ ഇങ്ങനെ കുനിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ സീലടിക്കും. വക്കീല് പോയില്ലേ? വാദം കഴിഞ്ഞിട്ടില്ല. വാദം കഴിയില്ല. ഇപ്പൊ തന്നെ 5-6 കേസ് തലയിലുണ്ട്. ആരെങ്കിലും വന്ന് ജാമ്യത്തിൽ ഇറക്കിയാലേ വക്കീലിന് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി എന്ത് ചെയ്യും? പോരാടാവേ, നിന്നെ ഞാൻ എത്ര തവണ ജാമ്യത്തിൽ ഇറക്കിയാക്കണ്. ഇന്നത്തെ ഒരൊറ്റ പ്രാവശ്യം നിന്റെ ജാമ്യത്തിൽ എന്നെ പുറത്തിറക്ക്. അങ്ങനെ ഞാൻ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ എന്റെ കേസ് ഞാൻ തന്നെ സ്വന്തം ബാധിക്കും. പിന്നെ ഞാൻ ഇവരെ കോടതിയിൽ ഇട്ടിട്ട് വക്കീല് സ്വന്തമായിട്ട് കേസ് വാദിക്കുവാ? എന്നാ ഉറപ്പായിട്ട് ഞാൻ ജാമ്യത്തിൽ ഇറക്കും. നീ തന്നെ നടക്കുന്നത് ജാമ്യത്തിലാണ്. അത് മാത്രമല്ല, കുറഞ്ഞത് ഒരു 3 മാസത്തേക്ക് ശിക്ഷ കിട്ടാനുള്ള വകുപ്പ് ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. 3 മാസമൊക്കെ ചെറുത്. വക്കീലിന്റെ കേസ് തന്നെത്താനെ വായിച്ച് ആ 3 മാസം എന്നുള്ളത് 3 വർഷമാക്കിക്കൊള്ളും. മനസ്സിലായില്ലേ? എനിക്ക് പണ്ടൊരു കേസ് ഉണ്ടായിരുന്നു. അന്ന് കോടതി എന്നെ 1 വർഷത്തേക്ക് ശിക്ഷിച്ച്. അപ്പൊ ഈ വക്കീല് പറഞ്ഞേ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്ക് അപ്പീലിന് പോകാം, ശിക്ഷ കുറച്ചു തരാം. അങ്ങനെ എന്റെ കേസ് വാദിച്ച് 1 വർഷം എന്നുള്ളത് 7 വർഷമാക്കി നിന്ന വക്കീലായി നിൽക്കുന്നത്. നമ്മൾ നിയമവശങ്ങൾ കൂടുതലായിട്ടൊന്നും പഠിക്കണ്ട. പുള്ളിക്കുള്ള ശിക്ഷ പുള്ളി തന്നെ വാദിച്ച് മേടിച്ചോളും. വക്കീലേ, അപ്പൊ ഇതുപോലെ സീല് പടുത്തു വെച്ചോ. പരോളിന് വരുമ്പോ എപ്പോഴും വന്ന് ഒപ്പിടണ്ടല്ലോ, സീൽ അടിച്ചിട്ട് പോകാമല്ലോ. അല്ല, നിങ്ങളൊക്കെ കുറച്ച് ഓവറാവുന്നുണ്ട്. ഓവറായ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ക്ലൈമാക്സ് സീൽ ചെയ്തേക്കാം. നോക്കിക്കത് അടിക്കടാ സീല്.
എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇന്ന് ഞാൻ സമ്മാനം നൽകാൻ തീരുമാനിച്ചു. സമ്മാനം പെരുമഴ. ആ പെരുമഴ. അപ്പൊ ഈ ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്നാന്നുള്ളത് അതിന്റെ അകത്ത് എന്നാന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. പക്ഷെ ആ കിട്ടുന്ന ഒബ്ജക്റ്റ് എന്താണോ അത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ആ ഒബ്ജക്റ്റ് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ പ്രൊപ്പോസ് ചെയ്യാം. എനിക്ക് ഗിഫ്റ്റ് വീട്ടിൽ പ്രൊപ്പോസ് ചെയ്തിട്ട് കൊണ്ടുപോകും. ആദ്യം പ്രമാണിയെ തന്നെ വിളിക്കാം. കാരണം എന്നാ ഗിഫ്റ്റ് വീട്ടിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാരും ഇവിടെ ഇത്രയും ബോക്സുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഉള്ളി തക്കാളി ഇഷ്ടമുള്ള ബോക്സ് സെലക്ട് ചെയ്തോ ആദ്യം. ഓക്കെ, ശ്വേത ചേച്ചി ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാ, അല്ല ആദ്യം ഞങ്ങൾ എന്തൊന്നും നോക്കട്ടെ. ഭയങ്കര സസ്പെൻസ് അല്ലേ? ഭയങ്കര പൊളിയും. മൂക്കുപ്പൊടി വല്ലതാണോ? പ്രിയ സുഹൃത്തുക്കളെ, ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. സന്തോഷായില്ലേ മോളെ? ബാ, ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ഇത് ആരെയാണ് പ്രൊപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സാധനം കൊണ്ട്? അഖിൽ. അഖിൽ, ബാ അഖിൽ. ഇനി എല്ലാരും മറക്കട്ടെ, അഖിൽ വരട്ടെ. ഭയങ്കര ഒരു സസ്പെൻസ്. ഓ മൈ ഗോഡ്, ഞാൻ അവിടെ നിന്ന് കണ്ടോട്ടെ. അഖിൽ മൈ ഡിയർ, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരും. എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ തരുന്ന സാധനം യൂസ് ചെയ്തിട്ട് കൈ കഴുകി മുഖം കഴുകി എല്ലാം കഴുകി മോനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഹാൻഡ് വാഷ്, ബോഡി വാഷ് ഫോർ യു. For all your difficulties, ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതെ ചേച്ചി, 3 നേരം കുളിക്കും. ഇത് വെച്ചോ? ഇഷ്ടപ്പെട്ടോ? ചേച്ചി അതല്ല കൈ ഇത്. ഓ 3 നേരം അല്ല, നീ ഗിഫ്റ്റ് അല്ല സ്വീകരിക്കണം, ആ പ്രൊപ്പോസൽ സ്വീകരിച്ചോ? ആ പ്രൊപ്പോസൽ സ്വീകരിച്ചു. യെസ് പറ. മ്യൂസിക്. ആ ഡാൻസും ഉണ്ടോ? ചെറിയ ചമ്മല് പോകത്തോ അതിന്റെ ഇടയിൽ കൂടി ഇത് നീ കൊണ്ടോ? ഇത് ഭയങ്കര ചേച്ചി ഇത് കൂടെ. പരച്ചോ? അടുത്ത നമുക്ക് അഖിലിനെ കൊണ്ടായാലോ? എന്നടാ ഏതാ വേണ്ടേ? ഓ വലുത് നോക്കി എടുത്ത് ഇതാണോ? സാധനം കണ്ടിട്ട് ഞാൻ പറയാം. ആർക്കാണ്? ഞാനാണ് സാധ്യത. ചേരുന്നത് സത്യം. ഞാൻ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഉള്ള പെണ്ണാട്ടോ. ഈ കത്തി കണ്ടപ്പോ എനിക്ക് ഏറ്റവും ആദ്യം മനസ്സിൽ വന്ന മുഖം നിന്റെയാണ്. കാരണം നിന്റെ അത്ര വലിയൊരു കത്തിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വാക്കത്തി ഞാനാണെന്ന് നീ കരുതണം. എന്നും തലയുടെ അടിയിൽ ഇത് വെച്ചിടന്നുറങ്ങണം. അഥവാ നിന്നെ ആരെങ്കിലും ശല്യപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാൻ വന്നാൽ ഇതെടുത്ത് വെട്ടണം. എന്നിട്ട് ഒറ്റയ്ക്ക് കേസ് പറയണം. പ്രൊപ്പോസ് ചെയ്തോളൂ ഇത്. ഇത്രയും വൃത്തിയായിട്ട് പ്രൊപ്പോസൽ എന്റെ ജീവിതത്തിൽ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. Will you be my കത്തി? മുട്ടില് നിക്കണം. Will you be my കത്തി to my life? കത്തിവേ വിറ്റിട്ട് വരുമൊന്നുമല്ലല്ലോ. കത്തിയല്ല വിൽക്കണ്ടത്, നിന്റെ പ്രണയമാണ് എന്നിൽ വിൽക്കേണ്ടത്. Will you be my കത്തി? വടിവാൾ. വെട്ടാത്തി. നമുക്ക് കോട്ടയംകാർക്ക് വെട്ടുന്ന മുറി രണ്ടെന്നാണ്. ഒരു മുറി മതി. നിങ്ങൾ ഒരു മുറിയിലാണോ? ഞങ്ങൾ വെട്ടി ഒരു മുറിയിലായിരിക്കുകയാണ് കഴിക്കണം. ആരാണ് അടുത്ത് വരാൻ പോകുന്നത്? അടുത്ത നിങ്ങള് വലിയ ബോക്സില് ചെറിയ സാധനം ഒളിപ്പിച്ച് പറ്റിക്കും. അപ്പൊ ഞാൻ ഏറ്റവും ചെറിയ ബോക്സ് എടുക്കും. എന്നാലും നിനക്ക് ആരെയാണ് പ്രൊപ്പോസ് ചെയ്യാൻ താല്പര്യം എന്ന് പറയാം. എനിക്ക് ഡയാനയുടെ ഒരു ക്രഷ് ഉണ്ട്. അപ്പൊ ഈ സാധനം ഡയാനയ്ക്ക് എന്നെ കൊടുത്ത് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നോക്കട്ടെ, സാധനം അനുസരിച്ച് ചിലപ്പോ മാറുവേ. കൈയിടല്ലേ? അതിനിപ്പോ ഇത് സേഫ് അല്ലേ?
അല്ലാ. ഡയാനയ്ക്ക് കൊടുക്കാത്തല്ലേ? സുബ്ഹാനല്ലാ. ഇത് എങ്ങനെ അറിഞ്ഞു ഓക്ക് തന്നെ കൊടുക്കണോന്ന്? ജോക്കല്ലേ കൊടുക്കുന്നേ? കുത്തിയിരിക്കാൻ പറ്റൂല. ഞാൻ ഒരുപാട് നാളായിട്ട് നീ എന്റെ മനസ്സിലൊരു ചട്ടുകം പോലെ നിൽക്കാണ്. ഒരുപാട് ദോശ കരിഞ്ഞാലും നമ്മൾ മറിച്ചിട്ടിട്ട് ആ ദോശനെ സേഫ് ചെയ്യാറില്ലേ? അതുകൊണ്ട് നിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് എനിക്കറിയാം. എന്നാലും അമീനെ ഇങ്ങനെ മീന് പോലെ മറിച്ചിട്ട് നീ എന്റെ ജീവിതത്തിലേക്ക് വരും. ഐ ലവ് യു. ഞാൻ സൈഡിൽ നിർത്തിക്കോളാം. രാഹുലിന് വേറെ കമ്പനി ഉണ്ട്. അമീൻ ഇതറിഞ്ഞ അറിയില്ല ഞാൻ എത്ര ഇതുപോലെ ഹാൻഡിൽ ചെയ്തു. ആ മീൻ ഇതറിഞ്ഞാൽ ആ മീൻ നമുക്ക് വാഴയില വെച്ച് പൊള്ളിക്കാതെ. അതിനല്ലേ ചട്ടുകം. കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ. ലാസ്റ്റ് സീൻ കൊള്ളാം. അടിപൊളിയാണ്. അടുത്ത വരട്ടെ. ഇനി ഇവള് നോബി ചേട്ടൻ. ആ, ആണോ? നോബി ചേട്ടൻ, നോബി ചേട്ടൻ. നോബിച്ചേട്ടൻ. പിങ്കി പിങ്കി പോങ്കി ഫാദർ ഹാഡ് എ ഡോങ്കി ഫാദർ ഡൈഡ് ഡോങ്കി. ഇല്ലില്ലേ ഇല്ലില്ല, അതാണോ ഇതാണോ? എല്ലാരും തിരിഞ്ഞോ എല്ലാരും തിരിഞ്ഞോണേ. അതെ, നിങ്ങൾ ഒരാളെ വന്ന് നോബി ചേട്ടൻ ഇപ്പൊ പ്രൊപ്പോസ് ചെയ്യൂ കേട്ടോ. റെഡി ആണോ? അല്ലല്ലല്ല, നോക്കൂ നീ. ആണോ? വേണ്ടേ? അങ്ങ് ചെല്ല്. അഖിലേട്ടന് വൺ ഡിമാൻഡ് തന്നെ കേട്ടോ. എനിക്ക് പണ്ട് മുതൽ എനിക്ക് നിന്റെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. പ്രേമമാണേ. അതെ, അല്ല ഞാൻ പറഞ്ഞ പണ്ട് പോലെ 2300 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിൽ നീ ഒറ്റയ്ക്കല്ലേ ഉള്ളു. മീൻ കറി വെക്കണം, തുണി കഴുകണം, അടുക്കളയിൽ കയറണം. ഇത് മാത്രമേ നീ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ. അതുകൊണ്ട് ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ആ വീടിന്റെ അത് മാത്രം നീ പറഞ്ഞിട്ടില്ല. മിറ്റ തൂത്തതിന് ശേഷം പണ്ടത്തെ ബ്രേക്ക് ഡാൻസിനെ പോലെ ഷെയറിംഗ്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രൊപ്പോസൽ കിട്ടിയിരിക്കുന്ന അഖിലിന് കേട്ടോ. സത്യം അതറിയോ? ഇതിട്ട് മുറ്റം തൂത്തിട്ട് വേർക്കുമ്പോ ഞാൻ ഇതിട്ട് കുളിക്കും. കയ്യും കഴുകും. പ്രേക്ഷകരെ, നമ്മളെല്ലാരും കാത്തിരുന്ന നമ്മുടെ പുതുമണ വാട്ടി തിരിച്ചെടുത്തിട്ട് എല്ലാരും സെയിം പേഴ്സൺ തന്നെയാന്ന് വിചാരിക്കണ്ടത്. നമുക്ക് സസ്പെൻസ് വെക്കാം. തിരിഞ്ഞോ ഇത് സസ്പെൻസ് ആണ്. നമ്മളെപ്പോഴും സസ്പെൻസ്. വരുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ആ പെൺകുട്ടി നടക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഫീലിങ്സ് തോന്നുന്നില്ലേ? ചേച്ചെന്നും പറഞ്ഞാണ് എന്നെ കൊണ്ടുപോകുന്നത്. നോബി ചേട്ടൻ തന്നെയാ പറഞ്ഞതും കൊടുക്കുന്നതും നോബി ചേട്ടൻ തന്നെയാ അല്ലേ? ചേട്ടാ, കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് എനിക്ക് ചേട്ടനെ അടുത്തറിയാം. എന്നിട്ടും അതെ, അടുത്തറിയാം. അടുത്തറിയാമെങ്കിലും ഈ ഇടയ്ക്കല്ലേ എന്നെ കണ്ടത്. ശരിയാണ്. എന്റെ ചേട്ടൻ, എന്റെ നോബി ചേട്ടൻ റൂമിൽ ചെന്നിട്ട് വിയാനീത്തി തരുവാണ്. ദിസ് ഇസ് നോട്ട് എ പ്രപ്പോസൽ. എന്റെ സ്നേഹമാണ്. എന്റെ സ്നേഹമാണ് ഇത്. എന്റെ സ്വന്തം കൈകൊണ്ട് എനിക്ക് തരുന്നതിൽ സന്തോഷമുണ്ട്. ഇത് പറ്റുമെങ്കിൽ എനിക്ക് ചേട്ടന് വേണ്ടി ഇതൊരു പ്രിപ്പയർ ചെയ്ത് തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കത്തില്ല. ഞാൻ കുറച്ച് മുളകും കുറച്ച് ഉപ്പും ഒക്കെ തന്നുവിടുന്നതിന്റെ കൂടെ ഇന്ന് രാത്രി ഇതും കൂടി വെച്ചിട്ട് വേണം. You remember once you and ഉല്ലാസേട്ടൻ US? കണ്ണൻകുഴിയാളാ. ഇവിടെ ഒറ്റൊരു സന്ദേശം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എല്ലാരും തമ്മിൽ സ്നേഹിക്കുക, സ്നേഹം വാരിക്കോരി കൊടുക്കുക. ഈ മീൻ ശരിക്കും അവിടെ അല്ല വേണ്ടത്. ഇവിടെ ആ മീൻ, ഡയാനയ്ക്കുള്ള ആ മീൻ അല്ലല്ല, അമീൻ അടുത്തില്ലാത്തോണ്ട് ഇപ്പൊ ഉണക്കമീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഒരു കോമഡിയും കൂടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കേ ഗൈസ്, അടുത്ത ദിവസം കാണാം. ബൈ ഫ്രം കോമഡി മാസ്റ്റർ.